ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ NSCJSന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേയ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് 30 ഡേയ്സ് ആണ് നമ്മൾ മുന്നിലുള്ളത്. സോ ആ 30 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, NSCJSന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 30 ഡേയ്സിൽ NSCJS ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സ്ട്രാറ്റജിയിലൂടെയാണ് പോകേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ NSCJSന് നമുക്ക് ഇനി ചുരുങ്ങിയ ഡേയ്സ് മാത്രമേ ഉള്ളൂ, അതായത് 30 ഡേയ്സ് ആണ് നമ്മൾ മുന്നിലുള്ളത്. സോ 30 ഡേയ്സിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ 8, 9, 10ൻ്റെ ഒരുപാട് സിലബസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും പ്രോപ്പറായിട്ട് NCERT പറയുകയാണെങ്കിൽ NCERT സിലബസ് ആയിരിക്കും നമുക്ക് NSCJSന് വരാം. അപ്പോൾ NSCJSന് വരുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യും, മറന്നുപോകും, റൈറ്റ്? സോ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കണം. നമുക്ക് മുന്നിലുള്ളത് 30 ഡേയ്സ് ആണ്. അപ്പോൾ 30 ഡേയ്സിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജിക്കലി നമുക്ക് മുന്നോട്ട് പോകാൻ നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിവിഷനാണ്. സോ റിവിഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിവിഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, റിവിഷന് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈമിംഗ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതിലൊരു 10% റൂൾ ഉണ്ട്. നമ്മൾ 10% റൂൾ എന്ന് പറയുന്നത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് 10% നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യേണ്ടത്. നമ്മൾ തിയറി പാർട്ടിൽ മാത്രമല്ല, നമ്മൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരല്ലോ, റൈറ്റ്? നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വീക്ക് ഏരിയാസ്. നമുക്ക് ഒരുപാട് വീക്ക് ഏരിയാസ് ഉണ്ടാവും. സപ്പോസ് ചില ആളുകൾക്ക് ഫിസിക്സ് ആയിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്, അപ്പോൾ അവർ ഫിസിക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ആ ഒരു ഫിസിക്സ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് NSCJSന് ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി വേണം. ഒപ്പം തന്നെ നമുക്ക് certain ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ് കൂടി നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് NSCJS ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീക്ക് ഏരിയാസിലായിരിക്കണം നമ്മൾ ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ഏരിയാസ് എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രോങ് ഏരിയാസും ചെയ്യണം. സ്ട്രോങ് ഏരിയാസിന് ഓവർ ഫോക്കസ് എന്ത് ചെയ്യരുത്, നമ്മൾ കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മളൊരു ഡെയിലി ഗോൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇനി അടുത്ത ദിവസം 3 ക്വസ്റ്റ്യൻ ആക്കാം. അങ്ങനെ ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ 10% റൂൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഒരു ഗോൾ വേണം. നമ്മുടെ എയിം എന്ന് പറയുന്നത് NSCJS ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ NSCJS ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റിവിഷന് നമ്മൾ പ്രാധാന്യം, അല്ലെങ്കിൽ അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നമ്മൾ 10% റൂൾ നമ്മൾ കീപ്പ് ചെയ്യുക. വീക്ക് ഏരിയാസിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്നുകൂടി ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ ഡെയിലി ഗോൾസ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി സ്ട്രാറ്റജിക്കലി നമുക്ക് പഠിക്കാനുള്ള ടൈം കൂടി എന്ത് ചെയ്യാം, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. സോ ടൈം മാനേജ്മെൻറ്റും റിവിഷൻ ടൈമും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബെസ്റ്റ് വേ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അതിനൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട്സ് നമ്മൾ കയ്യിലുണ്ടാവും. ആ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടായിരിക്കണം നമ്മളുടെ സ്ട്രാറ്റജി എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഫുൾ ബുക്ക് വായിക്കാനുള്ള, അല്ലെങ്കിൽ മൊത്തം ബുക്ക് വായിച്ചെടുക്കാനുള്ള ടൈം നമ്മളെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈസിലി നമുക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. ഈ NSCJSൻ്റെ മെയിൻ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിലുള്ള ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിൽ വരുന്ന അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, സെയിം ക്വസ്റ്റ്യൻസ് അല്ല, അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വർഷവും നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. സോ നമ്മൾ PYQ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടാവും. ആ ഷോർട്ട് നോട്ട്സിനായിരിക്കണം നമ്മൾ ഏറ്റവും തിയറിറ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പല ആളുകളും NCERT പ്രോപ്പറായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ NCERT വായിച്ചിട്ടില്ലെങ്കിൽ NCERT വായിക്കാനുള്ള ടൈം കൂടി എന്ത് ചെയ്യണം, ഈ ഒരു 30 ഡേയ്സിൽ കൊടുക്കണം. ജസ്റ്റ് വായിച്ചു നോക്കാം. കോൺസെപ്റ്റുകൾ നമ്മൾക്ക് അറിയുന്ന കോൺസെപ്റ്റുകളിൽ തന്നെ ഡീപ്പർ ആയിട്ടുള്ള നോളജ് കിട്ടണമെങ്കിൽ NCERT നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. കാരണം NCERT ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓരോ ഈച്ച് ആൻഡ് എവറി ലൈൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ NCERTയിൽ. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് നമ്മൾ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. ആ ഷോർട്ട് നോട്ട്സിനായിരിക്കണം ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ PYQ നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ വർഷവും വരാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ, അടുത്തൊരു സ്ട്രാറ്റജി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യരുതായിട്ടുള്ള
കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞു, നമുക്ക് സപ്പോസ് നമുക്ക് ഫിസിക്സ് ആയിരിക്കും, ചില ആളുകൾക്ക് കെമിസ്ട്രി ആയിരിക്കും, ചില ആളുകൾക്ക് ബയോളജി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങും. ബട്ട് കൂടുതലായിട്ട് പഠിച്ചിട്ട് നമുക്ക് കാര്യമുണ്ടോ? ഈക്വലി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള മാർക്കും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളാണ് എല്ലാ സബ്ജക്റ്റിനും ഉള്ളത്. സോ എല്ലാ സബ്ജക്റ്റിനും ഈക്വലി ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കാൻ പറ്റണം. സോ ഓവർ ഫോക്കസ് എന്ത് ചെയ്യരുത്, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ ഓവർ ഫോക്കസ് നമ്മൾ കൊടുക്കരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും, ചിലപ്പോൾ ബയോളജി ആയിരിക്കും, ചിലപ്പോൾ മാത്തമാറ്റിക്സ് ആയിരിക്കും. ആ ഒരു പാർട്ടിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ഫോക്കസ് ചെയ്യരുത്. നമ്മൾ വീക്കായിട്ടുള്ള ഏരിയാസ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ ഒരു വീക്ക് ഏരിയ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. കാരണം ആ വീക്ക് ഏരിയയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം. നമുക്ക് ഒരു ഡിസിപ്ലിൻ എന്ത് ചെയ്യണം, നമുക്ക് വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഡിസിപ്ലിൻ എന്താണ്, നമ്മൾ മേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസിപ്ലിൻ മേക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ഏരിയാസിൽ ഓവർ ഫോക്കസ് ചെയ്യരുത്, നമ്മൾ വീക്ക് ഏരിയാസിനെ നെഗ്ലക്റ്റും ചെയ്യരുത്. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യണം, പോവേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെയല്ല അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, സപ്പോസ് ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്തിട്ടുണ്ട്, DPP ചെയ്തിട്ടുണ്ട്. DPP എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്, അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് ഒളിമ്പ്യാഡ്സിൻ്റെ ബുക്സ് നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ബുക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് DPP ഉണ്ട്, നമുക്ക് റെഫറൻസ് ബുക്ക് ഉണ്ട്, നമുക്ക് PYQ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പാർട്ടുകളും എന്ത് ചെയ്യാൻ പറ്റും, ഒരു 30 ഡേയ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഈസിലി. ഈ ഒരു മെത്തേഡിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് NSE-JS ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ NSE-JS എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു എക്സാം അല്ല, നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രാറ്റജിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഒരു സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 30 ഡേയ്സ് ഇനഫാണ് നമുക്ക് NSE-JS ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മൾ DPP നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മളൊരു ലിങ്ക് ത്രൂ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. എന്നിട്ട് DPP കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് 29 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി ഉള്ളത് കേട്ടോ. നമുക്ക് 29 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി വരുന്നത്. സോ ആ 29 ചാപ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, 29 ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻസ് വേണം. ഓക്കെ, 29 ചാപ്റ്റേഴ്സിനും നമ്മൾ ഈക്വലി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. 29 ചാപ്റ്റേഴ്സിനും നമുക്ക് 29 ചാപ്റ്റേഴ്സാണ് ടോട്ടലി ഉള്ളത്. സോ 29 ചാപ്റ്റേഴ്സിനും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ 29 ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് NSE-JS. സോ ആ ഈക്വലി ആ ഒരു പാർട്ടിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും NSE-JS-ഉമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ NSE-JS-ന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. സോ നമുക്ക് NSE-JS-ഉമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.